ഇന്നത്തെ വീഡിയോ നാരങ്ങ പാക്ക് ചെയ്യുന്നത് മുതൽ ബോക്സിലെടുക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ മാങ്ങയുടെയും മഞ്ഞ നാരങ്ങയുടെയും ചെറു ബോട്ടിൽ നിറയ്ക്കുന്നതിൻ്റെയും 5ൻ്റെ പാക്കറ്റ് നിറയ്ക്കുന്നതിൻ്റെ ആയിട്ടൊക്കെയുള്ള വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരതൊന്ന് കാണണേ. അപ്പോൾ ഇത് നാരങ്ങച്ചാറാണ്. നാരങ്ങച്ചാറ് മഞ്ഞയ്ക്ക് അച്ചാറിട്ടതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ചുമപ്പ് കളറിലിടുന്നതാണ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത് ചുമപ്പാണ്. ഇത് തന്നെയാണ് 5 രൂപ പാക്കറ്റിൽ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ മഞ്ഞയ്ക്ക് ഇടുന്ന അച്ചാർ നമ്മൾ ബോട്ടിലിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അത് 5ൻ്റെ പാക്കറ്റായിട്ട് നമ്മൾ ചെയ്യാറില്ല. കടക്കാരും ആവശ്യപ്പെട്ടിട്ടുമില്ല കേട്ടോ. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ എത്ര കടക്കാരാണോ നമ്മളെ വിളിച്ച് ഓർഡർ ചെയ്യുന്നത് ആ കടക്കാർക്ക് മാത്രമായിട്ടുള്ളത് നമ്മൾ പാക്ക് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കടക്കാർക്ക് മാത്രമേ നമ്മളിപ്പോൾ റെഡിയാക്കാറുള്ളൂ. അതാകുമ്പോൾ ഒന്നും വേസ്റ്റായി പോകത്തില്ല. നമ്മൾ അന്നന്ന് അച്ചാറിട്ട് അന്നന്ന് തന്നെ തീർക്കത്തക്ക രീതിയിലാണ് കേട്ടോ. ബാക്കി വയ്ക്കുന്ന രീതിയിൽ ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ അച്ചാർ നിറച്ച് ബോട്ടിലാക്കിയതിന് ശേഷം അലുമിനിയം ഫോയിൽ വെച്ച് എല്ലാത്തിലും നിരത്തി വെച്ചതിന് ശേഷം അയൺ ബോക്സ് ചൂടാക്കാൻ വയ്ക്കും. അയൺ ബോക്സ് ചൂടായതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കാറാണ് ചെയ്യാറ് കേട്ടോ. അത് മുമ്പത്തേക്ക് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വലിയ മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ 2 വർഷമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ മോൾക്ക് 1 വയസ്സുള്ള സമയത്ത് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ആട്ടോ ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ ആട്ടോ ഓടിച്ച് മാത്രം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീട്ടു വാടകയും ജീവിതവും കുഞ്ഞിൻ്റെ കാര്യവും എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന വിധമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിൽ വീട്ടിൽ എനിക്ക് കുഞ്ഞിനെ നോക്കണം എന്നാൽ എനിക്കൊരു ജോലിയും ചെയ്യണം. എനിക്ക് ജോലി ചെയ്യുന്നതിനൊന്നും ഒരു മടിയില്ല കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ തൊഴിൽ മാത്രമല്ല ഞാൻ സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ തയ്ച്ച് കൊടുക്കുന്നതുണ്ട്. അതുകൂടാതെ തന്നെ നൈറ്റി പീസ് എടുത്ത് നൈറ്റി അടിച്ച് കൊടുക്കുന്നുണ്ട്. മുൻപൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയത് നൈറ്റി അടിച്ച് കൊടുക്കുന്ന തൊഴിലായിരുന്നു കേട്ടോ. പിന്നീടാണ് അച്ചാറിൻ്റെ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയത്. അതാകുമ്പോൾ കടക്കാരാകുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പൈസ അപ്പോഴേ തരും. പക്ഷേ നൈറ്റി അടിച്ച് കൊടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾ കയറി ഇറങ്ങണം. അവരെ വീടുകൾ തോറുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ ചിലർക്കൊക്കെ പൈസ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ വഴക്കായി ഭയങ്കര മിണ്ടാതെയായി അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ അച്ചാറിൻ്റെ തൊഴിലിലോട്ട് വന്നത് കേട്ടോ. എന്നാലും ഞാൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കളയത്തില്ല. അത് വീട്ടിൽ തന്നെ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്ന് എഴുതി ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഇനി ഒരു ദിവസം ഇടാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കപ്പെടുമെന്നും പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ട് നൈറ്റി വിൽക്കപ്പെടുമെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികമൊക്കെ നൈറ്റി കച്ചവടമൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ തൊഴിൽ ഒരു സൈഡിൽ കൂടെയും നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും മറ്റൊരു സൈഡിൽ കൂടെയാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അച്ചാറൊക്കെ കൊണ്ട് കടകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അദ്ദേഹം ഇതിനു വേണ്ടി ഒരുപാട് ഓടി നടന്നാണ് കുറേ കടകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാവാം കുറച്ചധികം കടക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് അച്ചാർ എടുക്കുന്നുണ്ട്. ആ കടകൾക്കൊക്കെ അവർക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ. അവർ ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് വീട്ടിലിടുന്ന അച്ചാറൊക്കെ കൊടുക്കുന്നത് എടുക്കാൻ വലിയ പാടാണ്. അത് ഇരിക്കത്തില്ല, കേട് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപാടെണ്ണം കേടായെന്നും പറഞ്ഞിട്ട് അവർ തിരിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ, നിങ്ങളുടെ അച്ചാർ അധികം നാളിരിക്കുന്നില്ല, അതുകൊണ്ട് വേണ്ട.